ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് ദശാംശ സംഖ്യകളെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു അല്ലേ. ഏതൊരു ഡിഗ്രി ലെവലിൽ വരുന്ന അത്രയും ബേസുള്ള മാക്സിമം കവർ ചെയ്തിട്ടുണ്ട്. അതായത് ലോ ടു ഹൈ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് PYQ ആണ്. 2023-24 കേരള PSC ചോദിച്ച ദശാംശ സംഖ്യകളുമായി കണക്ട് ചെയ്ത് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു സെക്ഷനാണ് ഇനി വരാൻ പോകുന്നത്. അതിന്റെ പാർട്ട് 1 ആണ് ഇന്ന് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു 15 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1/5 പ്ലസ് 2/5 സ്ക്വയർ പ്ലസ് 3/5 ക്യൂബിന്റെ ദശാംശ രൂപം എന്താണ്? ദശാംശ രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നിനെയും 10ന്റെ പവേഴ്സ് അല്ലെ, ഡിനോമിനേറ്ററിനെ 10ന്റെ പവേഴ്സ് ആക്കാൻ മാറ്റാൻ പറ്റും അല്ലെ. 5 എന്ന് പറയുന്നത് 10ന്റെ പവേഴ്സ് ആക്കാൻ എളുപ്പമാണ് അല്ലെ. അപ്പൊ 1/5 നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ ദശാംശ രൂപം എങ്ങനെ എഴുതാം? അതിന്റെ ഛേദത്തിൽ 10 ആക്കുക അല്ലെ. ഛേദത്തിൽ 5 ആണ്. 5നെ എങ്ങനെയാ 10 ആക്കുക? 2 കൊണ്ട് ഗുണിക്കുക അല്ലെ. അത് തന്നെ അംശത്തിലും ഗുണിക്കുക. 1 ഗുണിക്കണം 2 2. അപ്പൊ ഇത് എത്ര വരും? 2/10 എന്ന് വരും അല്ലെ. 2/10. അപ്പൊ അതിന്റെ ദശാംശ രൂപം എത്രയാണ്? 2/10 എന്നത് 0.2 ആണ് അല്ലെ. 0.2 0.2. ഇനി അടുത്തത് 2/5 സ്ക്വയർ ആണ്. ഇതിനെ നമുക്ക് എഴുതാം അല്ലെ. അതായത് 2/5 ഗുണിക്കണം 5 ആണ് 5 സ്ക്വയർ. അപ്പൊ നമുക്ക് 10 ആക്കാൻ പറ്റൂല. എങ്ങനെ ചെയ്യാം? 5നെ 10 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കുക. അടുത്ത 5നെയും 10 ആക്കാൻ 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 2 ഗുണിക്കണം 2 4 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അത് തന്നെ അംശത്തിലും ഗുണിക്കുക. 2 ഗുണിക്കണം 2. അപ്പൊ എത്ര വരും? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 8. 8/1 5ഉം 2ഉം 10. അടുത്ത 5ഉം 2ഉം 10. അപ്പൊ 10 ഗുണിക്കണം 10 100 എന്ന് വരും. 8/100. 8/100 എത്രയാണ്? 0.08 വരും അല്ലെ. 2 ദശാംശ സ്ഥാനമാണ് കൊടുക്കേണ്ടത്. അടുത്തത് 3/5 ക്യൂബ്. 3/5 ക്യൂബ് എങ്ങനെ എഴുതാം? 3/5 ക്യൂബിന് 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 ആണ്. അപ്പൊ 3 5 ഉണ്ട്. അപ്പൊ 10 ആക്കാൻ വേണ്ടിട്ട് എത്ര 2 കൊടുക്കുക? 2 ഗുണിക്കണം 2 ഗുണിക്കണം 2 അല്ലേ. അത് അംശത്തിലും കൊടുക്കുക. 2 ഗുണിക്കണം 2 ഗുണിക്കണം 2. ഛേദത്തിൽ എന്താണോ ഗുണിക്കുന്നത് അത് തന്നെ അംശത്തിലും ഗുണിക്കുക. അപ്പൊ എത്രയാ വരിക? 3 ഗുണിക്കണം 8 അല്ലെ. 3 ഗുണിക്കണം 8 24. 24 ബൈ എത്രയാണ് വരുന്നത്? 5ഉം 2ഉം 10. 5ഉം 2ഉം 10. 5ഉം 2ഉം 10. അതായത് 10 ഗുണിക്കണം 10 ഗുണിക്കണം 10 3 10 അല്ലെ. അപ്പൊ എത്രയാ വരിക? 1000 എന്ന് വരും അല്ലെ. 10 ഗുണിക്കണം 10 100. 100 ഗുണിക്കണം 10 1000. അപ്പൊ 24/1000 എങ്ങനെ എഴുതാം? 24/1000 പോയിന്റ് 3 സ്ഥാനം വേണം അല്ലെ. 3 പൂജ്യമാണ്. അപ്പൊ 0.24 0.24. എല്ലാത്തിന്റെയും ദശാംശ രൂപം കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ആഡ് ചെയ്യാം അല്ലെ. മൊത്തം 1/5ൻ്റെത് 0.2. 1/5ൻ്റെത് 0.2. 2/5 സ്ക്വയറിന്റെ എത്രയാണ് കിട്ടിയത്? 0.08 അല്ലെ. 0.08. അടുത്തത് 3/5 ക്യൂബിൻ്റെത് 0.024. 0.024. 0 പോയിന്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ആഡ് ചെയ്യാം. 4 8ഉം 2ഉം 10 0 1 3 വരും. 3.0 0.304. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6.3 ഗുണിക്കണം 6.3 പ്ലസ് 2 ഗുണിക്കണം 6.3 ഗുണിക്കണം 3.7 പ്ലസ് 3.7 ഗുണിക്കണം 3.7. ഇവിടെ ഏത് ഇക്വേഷൻ ഓർമ്മ വരും? കുറെ നമ്മൾ ഐഡന്റിറ്റീസ് പഠിച്ചിട്ടില്ലേ. a+b ഹോൾ സ്ക്വയർ എന്താണ്? a+b ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ. a+b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇതും നമ്മുടെ ക്വസ്റ്റിനായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഫസ്റ്റ് എ സ്ക്വയർ അല്ലെ. എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6.3 ഗുണിക്കണം 6.3 പ്ലസ് 2ab. 2 ഇൻറ്റു എ 6.3 ആണ്. ബി 3.7 പ്ലസ് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറയുന്നത് 3.7 ഇൻറ്റു 3.7. അപ്പൊ ഈ ഇക്വേഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് എഴുതാം അല്ലെ. അപ്പൊ നമ്മുടെ ക്വസ്റ്റിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇവിടെ എ എന്ന് പറയുന്നത് 6.3 ആണ്. 6.3 പ്ലസ് ബി എന്ന് പറയുന്നത് 3.7 ആണ്. 6.3 പ്ലസ് 3.7 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഇതിന് ആഡ് ചെയ്താൽ എത്ര വരിക? 7 3 10 0 വരും. 6 4 10 എന്ന് വരും അല്ലെ. 10 സ്ക്വയർ എന്ന് വരും. 10 സ്ക്വയർ എത്രയാണ്? 10 സ്ക്വയർ 100 ആണ്. ഓപ്ഷൻ എത്രയാണ്? ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇതിന്റെ ആൻസർ 100 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
1/5 പ്ലസ് 1/4 പ്ലസ് 3/10 തുല്യമായ ദശാംശ സംഖ്യ ഡാഷ് ആണ്. ഈ ഓപ്ഷനിൽ ഇതിന് തുല്യമായിട്ടുള്ള ദശാംശ സംഖ്യ ഏതാണെന്ന് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഇതിന്റെ ഓരോന്നിന്റെയും ദശാംശം രൂപം എഴുതണം. 1/5 എങ്ങനെ എഴുതുക? 1/5 ഛേദത്തിൽ 10 ആക്കുക അല്ലെ. ഏതുകൊണ്ട് ഗുണിക്കുക? 2 കൊണ്ട് ഗുണിക്കുക. 2 കൊണ്ട് ഗുണിച്ചാൽ 10 വരും. അംശത്തിൽ 2. 1 ഗുണിക്കണം 2 2. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 0.2 എന്ന് എഴുതാം അല്ലെ. അതുപോലെ 1/4 1/4 എങ്ങനെ നമ്മൾ 10ന്റെ ഫോമിലേക്ക് മാറ്റുക? 4 എന്ന് പറയുന്നത് 2 ഗുണിക്കണം 2 ആണ്. ഈ ഒരു 2നെ 10 ആക്കാൻ വേണ്ടിയിട്ട് 5 കൊണ്ട് ഗുണിക്കുക. അടുത്ത 2നെ 10 ആക്കാൻ വേണ്ടിയിട്ട് 5 കൊണ്ട് ഗുണിക്കുക. അതായത് 2 5നെ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ മുകളിലും അതേപോലെ തന്നെ 5 ഗുണിക്കണം 5 ചെയ്യുക. അപ്പൊ മുകളിൽ 25 എന്ന് വരും അല്ലെ. 25. ഒരു 2ഉം ഒരു 5ഉം 10. അടുത്ത 2ഉം ഈ ഒരു 2ഉം 5ഉം നമുക്ക് 10 ആയിട്ട് എഴുതാം. അടുത്ത 2ഉം 5ഉം 10 ആയിട്ട് എഴുതാം. അതായത് 10 ഗുണിക്കണം 10 100 എന്ന് വരും അല്ലെ. 10 ഗുണിക്കണം 10 100. 25/100 എന്ന് പറയുന്നത് 0.25 ആണ്. 0.25. അടുത്തത് 3/10. 3/10 നമുക്ക് ഡയറക്റ്റ് എങ്ങനെ എഴുതാം? 0.3 എന്നെടുത്ത് എഴുതാം അല്ലെ. ഡിനോമിനേറ്ററിൽ 10 ആണ്. ഇതിന് 3 സംഖ്യയും കൂടി ആഡ് ചെയ്യാം നമുക്ക്. 1/5ന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0.2 ആണ്. 0.2. 1/4 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0.25 ആണ്. 3/10 തുല്യമായിട്ട് വരുന്നത് 0.3 ആണ് അല്ലെ. ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 5 എത്ര വരും? 4 3 7 വരും അല്ലെ. 7. 0.75 ആണ് വരുന്നത്. 0.75 അതായത് 0.75. 1/5 പ്ലസ് 1/4 പ്ലസ് 3/10 തുല്യമായ ദശാംശ സംഖ്യ ഏതാണ്? 0.75. 0.75 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 0.001 ഗുണിക്കണം 0.004 ബൈ 0.004 ഗുണിക്കണം 0.001 അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ ചെയ്ത് നോക്കാം. ഈ സംഖ്യ നമുക്ക് താഴെ എടുത്ത് എഴുതാം. 0.001 ഗുണിക്കണം 0.04 ഹരിക്കണം 0.004 ഗുണിക്കണം 0.01. ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും അവൈലബിൾ ആണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. വീഡിയോസിന്റെ ലിങ്ക് കൊടുക്കാം. അപ്പൊ ഇവിടെ ദശാംശ സ്ഥാനം എണ്ണാണ് അല്ലെ. അംശത്തിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട്? 3 2. അതായത് ടോട്ടൽ എത്ര എണ്ണം ഉണ്ട്? 5 ദശാംശ സ്ഥാനമുണ്ട്. ഛേദത്തിലോ 3ഉം 2ഉം 5 തന്നെയാണുള്ളത് അല്ലെ. അംശത്തിലും ഛേദത്തിലും ദശാംശങ്ങളുടെ എണ്ണം തുല്യാണ്. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് ദശാംശം ഒഴിവാക്കിയിട്ട് സംഖ്യ മാത്രം എടുത്തെഴുതാം. അംശത്തിലെ സംഖ്യ 1 ആണ്. 1 പിന്നെ അടുത്തത് ഗുണിക്കണം 4 അല്ലെ. 0.001 എന്ന് അതിലെ സംഖ്യ 1 ആണ്. ഗുണിക്കണം 0.04 അതിലുള്ള സംഖ്യ 4 ആണ്. ദശാംശം ഒഴിവാക്കാം. അംശത്തിലും ഛേദത്തിലും ദശാംശങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിൽ ദശാംശ സ്ഥാനങ്ങൾ ഒഴിവാക്കിയിട്ട് സംഖ്യ മാത്രം എടുത്തെഴുതാം. ഇനി ഛേദത്തിലോ? ഛേദത്തിൽ 4 ഗുണിക്കണം 1 എന്ന് വരും. അപ്പൊ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലെ. 4 4 ക്യാൻസൽ 1 1 ക്യാൻസൽ. ആൻസർ എത്രയാ വരിക? ആൻസർ 1 ആണ് വരുന്നത് അല്ലെ. അതായത് 0.001 ഗുണിക്കണം 0.04 ഹരിക്കണം 0.004 ഗുണിക്കണം 0.01 എത്രയാണ്? 1 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. √3.6 ഗുണിക്കണം √6.4 എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടത്. √3.6 ഗുണിക്കണം √6.4 ആണല്ലേ. അപ്പൊ നമുക്ക് റൂട്ട് ഒഴിവാക്കാം. ഇവിടെ പോയിന്റ് ശേഷം √3.6 ഒരു സ്ഥാനാണല്ലോ ഉള്ളത്. അപ്പൊ പോയിന്റ് ഒഴിവാക്കാൻ ഏതുകൊണ്ട് ഹരിച്ചാൽ മതി? 10 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √36/10 ഗുണിക്കണം അതുപോലെ 6.4 ഒരു സ്ഥാനാണുള്ളത്, അതുകൊണ്ട് 10 കൊണ്ട് ഹരിക്കാം. 64/10 എന്തുകൊണ്ടാണ് ഹരിച്ചതെന്ന് തിരിഞ്ഞോ? അതായത് ഇവിടെ 36 എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ, പൂർണ്ണവർഗമാണ്. 64 ഒരു പൂർണ്ണവർഗമാണ്, അതുകൊണ്ടാണ് 10 കൊണ്ട് ഹരിച്ചത്. ഇനി ഇതേപോലെ നമുക്കൊരു റൂൾ ഉണ്ട്, അതായത് √a/b. √a/b നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് √a/√b എന്ന് എഴുതാം. അതുപോലെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? √36/10 എന്ന് എഴുതാം. ഗുണിക്കണം √64/10 എന്ന് എഴുതാം അല്ലെ. അപ്പൊ √36 എത്രയാണ്? √36 6 ആണ്. 6/10 ഗുണിക്കണം √64 8 ആണ് അല്ലെ. 8/10. ഇനി ഇവിടെ ഛേദത്തിൽ √10 ഗുണിക്കണം √10 എന്നുണ്ട്. അപ്പൊ അത് എത്രയാകും? 10 ആയിട്ട് മാറും അല്ലെ. 6 ഗുണിക്കണം 8/10. 6 ഗുണിക്കണം 8/10.
അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 6×8 ആണ് അല്ലെ? 48/10. 48/10 എത്രയാണ്? 4.8 ആണ് വരിക അല്ലെ? 4.8 4.8 അല്ലെ? ഡിനോമിനേറ്ററിൽ ഒരു 0 മാത്രമേ ഉള്ളൂ. അപ്പൊ അംശത്തിൽ ഒരു പോയിന്റ് മാത്രം കൊടുത്താൽ മതി. ഛേദത്തിൽ ഒരു 10 എന്ന് പറയുമ്പോൾ ഒരു 0 ആണുള്ളത്. അതുകൊണ്ട് അംശത്തിൽ ഒരു പോയിന്റ് കൊടുക്കുക. പോയിന്റിന് ശേഷം ഒരു സ്ഥാനം കൊടുക്കുക. പോയിന്റിന് ശേഷം ഒരു സ്ഥാനം കൊടുക്കുക. 4.8 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 4.8. റൂട്ട് 3.6 ഗുണിക്കണം റൂട്ട് 6.4 സമം 4.8 ആണ്. എങ്ങനെയാണ് ചെയ്തത്? റൂട്ട് 3.6 ഓരോ സ്റ്റെപ്പും നോക്കുക. റൂട്ട് 3.6 ഗുണിക്കണം റൂട്ട് 6.4 ആണ്. റൂട്ട് 3.6 പോയിന്റ് ഒഴിവാക്കുക. നമുക്കറിയാം 36 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. പക്ഷെ 3.6 നമുക്ക് ചെയ്യാൻ അറിയില്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യുക? അതിന്റെ പോയിന്റ് ഒഴിവാക്കുക. പോയിന്റിന് ശേഷം എത്ര സംഖ്യയാണ് ഉള്ളത് നോക്കുക. പോയിന്റിന് ശേഷം ഒരു സംഖ്യയാണ് 3.6. 0.6 മാത്രമേ ഉള്ളൂ. അപ്പൊ അത് പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 10 കൊണ്ട് ഹരിക്കുക. അപ്പൊ അതിന് റൂട്ട് 36/10. അതുപോലെ റൂട്ട് 6.4 എങ്ങനെ എഴുതാം? റൂട്ട് 64/10 എന്ന് എഴുതാം. ഇനി നമുക്കൊരു എക്സ്പോണൻഷ്യൽ ലോ ഉണ്ട്. റൂട്ട് a/b. റൂട്ടിന്റെ ഒരു ലോ ആണ്. റൂട്ട് a/b എന്നത് അംശത്തിന്റെ റൂട്ട് ബൈ ഛേദത്തിന്റെ റൂട്ട് എന്ന് എഴുതാം. അംശത്തിന്റെ റൂട്ട് ബൈ ഛേദത്തിന്റെ റൂട്ട്. അതായത് റൂട്ട് 36/10 റൂട്ട് 36/10 എന്ന് എഴുതാം. റൂട്ട് 64/10 റൂട്ട് 64/10 എന്നെടുത്ത് എഴുതാം. റൂട്ട് 36 6 ആണല്ലേ? 6/10 ഗുണിക്കണം റൂട്ട് 64 8 ആണ്. 8/10. അംശവും ഗുണിക്കുക, ഛേദവും ഗുണിക്കുക. 6 ഗുണിക്കണം 8 6 8 48. റൂട്ട് 10 ഗുണിക്കണം റൂട്ട് 10 10 ആണല്ലേ? രണ്ട് റൂട്ട് ഒരു നമ്പർ തന്നെ, ഒരു നമ്പറിന്റെ റൂട്ട് 2 തവണ ഗുണിച്ചാൽ സെയിം നമ്പറാണ് കിട്ടുക. അതായത് റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എത്രയാണ്? എ ആയിരിക്കും. റൂട്ട് എ ഇൻറ്റു റൂട്ട് എ എന്ന് പറയുന്നത് എ ആയിരിക്കും. അതാണ് റൂട്ട് 10 ഗുണിക്കണം റൂട്ട് 10 10 ആണ്. അപ്പോൾ നമുക്ക് ഇതിന് ഇവിടെ സിംപ്ലിഫൈ ഉണ്ട്. ഡിനോമിനേറ്ററിൽ 10 വന്നു അല്ലെ? നമുക്ക് ആൻസർ ഓപ്ഷനിലെല്ലാം ദശാംശ സംഖ്യയാണ് ഉള്ളത്. അപ്പൊ 10 അതേപോലെ ചെയ്യാം. 6 ഗുണിക്കണം 8 6 8 48. 48/10 എങ്ങനെ എഴുതാം? 4.8. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 122.992 മൈനസ് ഒരു സംഖ്യ സമം 57.76 പ്ലസ് 31.1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വിട്ട ഭാഗത്ത് വരുന്ന സംഖ്യ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ലെഫ്റ്റിലും റൈറ്റിലും ഉള്ളതൊന്ന് സോൾവ് ചെയ്താൽ മതി അല്ലെ? ഫസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിലുള്ളത് ഒന്ന് ആഡ് ചെയ്യാം. അതായത് 57.76 31.1 ഒന്ന് ആഡ് ചെയ്യാം. 6 8 വരും. 0.8 എത്ര വരും? 8 അല്ലെ? 88.86 എന്ന് വരും. 88.86. അപ്പൊ നമുക്ക് ഇനി ഇതിനെ 122.992 മൈനസ് ഒരു സംഖ്യ സമം 88.86 എന്ന് കിട്ടി. 122.992 മൈനസ് ഒരു സംഖ്യ സമം 88.86. എന്ത് ചെയ്താൽ മതി? ഈ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 122.992 88.86 മൈനസ് ചെയ്താൽ മതി. 122.992 88.86 കുറക്കുക. ഇവിടെ 86 മുകളിൽ 3 സ്ഥാനം വന്നു. അപ്പൊ ഒരു 0 ഇട്ട് കൊടുക്കുക കേട്ടോ. കുറക്കുക. 2 0 കുറച്ചാൽ 2. 9 6 കുറക്കാൻ പറ്റുമോ? കുറക്കാൻ പറ്റുമല്ലോ. എത്ര വരും? 3 വരും. 9 8 കുറച്ചാൽ 1. 2 8 കുറക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പൊ ഇവിടെ 12 ആക്കിയിട്ട് എടുക്കുക. കടെടുക്കുക എന്ന് പറയാല്ലേ? അപ്പൊ ഇവിടെ 1 വരും. 12 8 കുറച്ചാൽ എത്രയാണ്? 12 8 കുറച്ചാൽ 4 വരും. 1 8 കുറക്കാൻ പറ്റൂല. അപ്പൊ 11 ആക്കി എടുക്കുക. 11 8 കുറച്ചാൽ 3. 34.132 ആണ് ആൻസർ ആയിട്ട് വരിക. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. 34.132. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. അതായത് ജസ്റ്റ് അഡീഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6.017 പ്ലസ് 0.617 പ്ലസ് 6.0017 എത്രയാണ്? ഡയറക്റ്റ് ആഡ് ചെയ്യാനാണ്. അപ്പോൾ പോയിന്റ് കറക്റ്റ് എഴുതി നോക്കുക കേട്ടോ. പോയിന്റ് കറക്റ്റ് ആയിട്ട് എഴുതുക. 6.017. അടുത്തത് 0.617. അടുത്തത് 6.0017 ആഡ് ചെയ്യുക.
അപ്പോൾ ഇവിടെ എല്ലാം 4 ദശാംശ സ്ഥാനമാക്കുക. അപ്പോൾ 0 കൊടുക്കുക കേട്ടോ. 0 പ്ലസ് അഡീഷൻ ആണ്. 0 പ്ലസ് 0 പ്ലസ് 7 7 15 വരും അല്ലേ. 15 3 വരും, അടുത്തത് 6 വരും, ആഡ് ചെയ്യുക അല്ലേ. 12.6357 12.6357 ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. 12.6357. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 0.12 0.12ന്റെ വർഗം എത്ര? അതായത് 0.12 ഗുണിക്കണം 0.12. ഇവിടെ നമുക്ക് നമ്പർ മാത്രം ഫസ്റ്റ് ഗുണിക്കുക അല്ലെ. 12 12 ആണ്. 12 ഗുണിക്കണം 12 144 എന്ന് വരും. ഇനി നോക്കുക, 2 പോയിന്റിലും 2 ഗുണിക്കലാണ് അല്ലെ. അപ്പൊ ഫസ്റ്റില് 2 ദശാംശ സ്ഥാനമുണ്ട്, അടുത്തതിലും 2. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വേണം? 4 ദശാംശ സ്ഥാനം വേണം. അപ്പൊ ഇവിടെ 3 നമ്പറേ ഉള്ളൂ അല്ലെ. ഒരു ദശാംശ സ്ഥാനവും കൂടി വേണം. അതിനപ്പോൾ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് 0 ഇട്ട് കൊടുക്കുക, പോയിന്റ് ഇട്ട് കൊടുക്കുക, 0. അപ്പൊ ആൻസർ എത്രയാണ് വരിക? 0.0144 0.0144. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 0.101 ഗുണിക്കണം 0.001 അല്ലെ. 0.101 ഗുണിക്കണം 0.001. അപ്പൊ ഇവിടെ നമ്പേഴ്സ് മാത്രം ഫസ്റ്റ് ഗുണിക്കുക. ഫസ്റ്റിലെ നമ്പർ 101 ആണ്, സെക്കൻഡിലെ നമ്പർ 1 ആണ്. 101 ഗുണിക്കണം 1 101 എന്ന് എടുത്ത് എഴുതുക, 101. ഇനി നോക്കുക, പോയിന് ശേഷം എത്ര സംഖ്യ വന്നു? 101 0.101. അപ്പൊ അവിടെ 3 ദശാംശ സ്ഥാനം വന്നു. അടുത്തതില് 0.001 എത്ര ദശാംശ സ്ഥാനം വന്നു? 3. അപ്പൊ ടോട്ടൽ എത്ര എണ്ണം വേണം? 6 ദശാംശ സ്ഥാനം വേണം. ഇവിടെ 101 എന്ന് പറയുമ്പോൾ 3 എണ്ണ ആയല്ലോ അല്ലെ. അപ്പോൾ 6 എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സീറോസ് കൊടുക്കണം? 3 സീറോസ് കൊടുക്കുക. 6 ദശാംശ സ്ഥാനമായോ? 1 2 3 4 5 6 6 ദശാംശ സ്ഥാനമായല്ലേ. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ വരിക ഗുണിച്ചാല്. അപ്പൊ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലെ. 0 0 0 101. ഓപ്ഷൻ എ. 2.5 ഗുണിക്കണം 2.5 2.5 ഗുണിക്കണം 2.5. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് നമ്പർ മാത്രം ഗുണിക്കുക. നമ്പർ 25 ഗുണിക്കണം 25 ആണല്ലേ. അത് 25 സ്ക്വയർ എങ്ങനെയാ ഡയറക്റ്റ് ചെയ്യുക? 5 വരുമ്പോൾ 5 5 25 എന്ന് എടുത്ത് എഴുതുക. പിന്നെ 2 ആണല്ലേ. 2ന്റെ തൊട്ടടുത്ത നമ്പർ 3 ആണ്. 2 ഗുണിക്കണം 3 625 എന്ന് വരും. അപ്പൊ 25 ഗുണിക്കണം 25 625. ഇനി പോയിന്റ് നോക്കണം അല്ലെ. അപ്പോൾ ഇവിടെ 2.5 2.5 പോയിന്റിന് ശേഷം എത്ര സ്ഥാനം വന്നു? ഒരു സ്ഥാനം. അപ്പൊ ടോട്ടൽ 2 സ്ഥാനം വേണം. അപ്പൊ ഇവിടെ പോയിന്റ് കൊടുക്കുക 2.5ന്റെ ഇവിടെ അല്ലെ. 6.25 ആയിരിക്കും ആൻസർ വരിക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 6.25. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.75ന്റെ ഭിന്നസംഖ്യാരൂപം എഴുതുക. 1.75ന്റെ ഭിന്നസംഖ്യാരൂപം. അപ്പോൾ 1.75നെ നമുക്ക് എങ്ങനെ എഴുതാം? 1.75നെ ഇത് ദശാംശ രൂപത്തിലാണ് അല്ലെ. ദശാംശ രൂപം എങ്ങനെ ഒഴിവാക്കുക? പോയിന് ശേഷം എത്ര സംഖ്യയാണ് വന്നത്? 2 സംഖ്യ. 7 5 അല്ലെ. 7ഉം 5ഉം ആണ്. അപ്പൊ ഏതുകൊണ്ട് ഹരിച്ചാൽ മതി? 2 സംഖ്യ ആയതുകൊണ്ട് 100 കൊണ്ട് ഹരിക്കുക. അപ്പൊ ഇതിന് എന്ത് എഴുതാം? 175/100. ഇതാണ് ഭിന്നസംഖ്യാരൂപം. പക്ഷെ ഇത് ഓപ്ഷനിലില്ല. എന്ത് ചെയ്യുക? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുക. 175/100. നമുക്ക് ഡയറക്റ്റ് 25ൽ ചെയ്യാം കേട്ടോ. അതായത് 4 25 100 എന്ന് വരും. 4 25 100. 7 25 175. 7/4 എന്ന് കിട്ടും. ഇനി 25ൽ ചെയ്യാൻ അറിയാത്തവർ എന്ത് ചെയ്യാം? നമുക്ക് 5ൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. 2ൽ പറ്റൂല, പിന്നെ 5ൽ 5 2 5 10 0 എന്ന് വരും. ഇവിടെ 3 5 15 5 5 25 എന്ന് വരും അല്ലെ. ഇനി അടുത്ത് നമുക്ക് ഏതിൽ ചെയ്യാം? വീണ്ടും 5ൽ ചെയ്യാം അല്ലെ. എത്ര വരും? 4 5 20 7 5 35. 4/4ഉം 7ഉം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതായത് 7/4. 7/4 ആയിരിക്കും ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു മട്ടത്രികോണത്തിന്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററും ആയാൽ അതിന്റെ ചുറ്റളവ്. അതായത് ഒരു മട്ടത്രികോണം തന്നിട്ടുണ്ട്. മട്ടത്രികോണത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ. മട്ട കോണായിട്ട്, അതായത് ഒരു കോണ് 90 ഡിഗ്രി വരുന്നതാണ് മട്ടത്രികോണം. 90 ഡിഗ്രിക്ക് എതിരെ വരുന്നതാണ് കർണം. കർണം 1.5 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു വശം. ഏത് വശം? ഒരു വശം 1/2 മീറ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറയുമ്പോൾ 3 വശവും കൂടി കൂട്ടുക വേണ്ടത് അല്ലെ. അപ്പൊ 3ാമത്തെ വശം നമുക്ക് കിട്ടിയിട്ടില്ല. അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതെങ്ങനെയാ കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതായത് ഇതിന്റെ വശങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു സിദ്ധാന്തമാണ് പൈതഗോറസ് സിദ്ധാന്തം. എന്താണ് പൈതഗോറസ് സിദ്ധാന്തം?
കർണവർഗം സമം പാദവർഗം പ്ലസ് ലംബവർഗം. കർണവർഗം സമം പാദവർഗം പ്ലസ് ലംബവർഗം. അപ്പൊ ഇവിടെ കർണം തന്നിട്ടുണ്ട് അല്ലെ. കർണം എത്രയാണ്? കർണം നമുക്ക് 1.5 ഇവിടെ 1.5 അല്ലെ. 1.5 മിശ്രഭിന്നാണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 + 1/2. 1 + 1/2 2 ഗുണിക്കണം 1 + 1 3 3/2 എന്ന് വരും. അപ്പൊ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്തൂടെ? കർണം ഇവിടെ 3/2 ആണ്. അതായത് 3/2ന്റെ വർഗം 3/2ന്റെ വർഗം സമം പാദം നമുക്കറിയില്ല. അപ്പോൾ പാദം വർഗം അങ്ങനെ എടുത്ത് എഴുതുക. ലംബം 1/2 ആണ്. 1/2ന്റെ വർഗം. അപ്പൊ നമുക്ക് പാദാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. പാദവർഗം സമം ഈ ലംബത്തിൻ്റെത് കർണത്തിന്റെ കൂടി എടുക്കുക. അതായത് 3/2 ഹോൾ സ്ക്വയർ മൈനസ് 1/2 ഹോൾ സ്ക്വയർ എന്ന് വരും. 3/2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 3ന്റെ സ്ക്വയർ 9 ആണ്. 2ന്റെ സ്ക്വയർ 4 മൈനസ് അതുപോലെ 1/2 സ്ക്വയർ 1ന്റെ സ്ക്വയർ 1 2ന്റെ സ്ക്വയർ 4. അപ്പൊ എത്ര വരും? 8/, അല്ലെ. ഛേദം തുല്യാണ്. അപ്പൊ അംശം മൈനസ് ചെയ്യുക. 8/4 എന്ന് വരും. 8/4 നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 8ഉം ഇത് ക്യാൻസൽ ചെയ്ത് പോയാൽ 2 എന്ന് വരും അല്ലെ. 2. അതായത് പാദവർഗം 2 ആണ്. അങ്ങനെയാണെങ്കിൽ പാദം എത്രയായിരിക്കും? പാദം എന്ന് പറയുന്നത് അതിന്റെ റൂട്ട് സ്ക്വയർ റൂട്ട് ആയിരിക്കും. റൂട്ട് 2. റൂട്ട് 2ന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടല്ലേ. എത്രയാണ്? 1.41 എന്ന് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ എല്ലാം കിട്ടിയല്ലേ. അതായത് പാദം നമുക്ക് എത്രയാന്ന് കിട്ടി? പാദം നമുക്ക് ഇവിടെ കിട്ടി 1.41. 1.41. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ഓപ്ഷനിലൊക്കെ ദശാംശ സംഖ്യകളാണ് അല്ലെ. അപ്പോൾ ബാക്കി രണ്ടിനെയും നമുക്ക് ദശാംശത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അരാന്ന് പറയുന്നത് എത്രയാണ്? 1/2 ഡയറക്റ്റ് ഹരിച്ചു നോക്കുക അല്ലെ. 10 ആക്കിയിട്ട് ചെയ്താൽ മതി. 0.5 എന്ന് വരും അല്ലെ. 0.5. അതുപോലെ 1.5ന്റെ ദശാംശം എത്രയാണ് വരിക? അതായത് 3/2. 3/2ൻ്റെത് ഹരിച്ചു നോക്കുക. 1.5 എന്ന് കിട്ടും. 1.5. അപ്പൊ നമുക്ക് 3ഉം കൂടി ആഡ് ചെയ്യാം. അതായത് കർണം 1.5 ആണ്. ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ചുറ്റളവ് എന്ന് പറയുന്നത് 3ഉം കൂടി കൂട്ടുക. ചുറ്റളവ് സമം കർണം 1.5 ആണ്. 1.5 പാദം 1.41. 1.41 ലംബം 0.5. 0.5 ഒന്ന് കൂട്ടുക കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് 0 0 ഇട്ട് കൊടുക്കുക അല്ലെ. 0 + 1 + 0 1 എന്ന് വരും. 5 + 4 9. 9 + 5 14. 4 വരും. പോയിന്റ് ഇട്ട് കൊടുക്കുക. 1 2 3. ഇത് എത്രയാ വരിക? 3.14. 3.41 സെന്റിമീറ്റർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 3.41 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? അതായത് മട്ടത്രികോണത്തിന്റെ കർണവും തന്നിട്ടുണ്ട്, ഒരു വശവും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പൈതഗോറസ് സിദ്ധാന്തം അറിയാം അല്ലെ. അത് മട്ടത്രികോണത്തിന് മാത്രം അപ്ലൈ ചെയ്യുന്ന സിദ്ധാന്തമാണ് പൈതഗോറസ് സിദ്ധാന്തം. അതായത് വശങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ് പൈതഗോറസ് സിദ്ധാന്തം. പൈതഗോറസ് സിദ്ധാന്തം കർണവർഗം. കർണം എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് എതിരെ വരുന്ന വശം കേട്ടോ. കർണവർഗം സമം പാദവർഗം പ്ലസ് ലംബവർഗം. നമുക്കിവിടെ കർണം തന്നിട്ടുണ്ട്, ലംബവും തന്നിട്ടുണ്ട്. ആ ലംബവും പാദം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ. എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. ഞാനിവിടെ ലംബമായിട്ടാണ് എടുത്തിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അത് വേണമെങ്കിൽ പാദമായിട്ടും എടുക്കാം, ഏതെടുത്താലും പ്രശ്നം വരുന്നില്ല. അപ്പോൾ കർണവർഗം സമം പാദവർഗം പ്ലസ് ലംബവർഗമാണ്. കർണം തന്നിട്ടുണ്ട് 1.5 ആണ്. 1.5 നമുക്ക് എങ്ങനെ എഴുതാം? 1 + 1/2. 1 + 1/2 എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ കർണവർഗം എന്ന് പറയുന്നത് 3/2 ഹോൾ സ്ക്വയർ സമം പാദം നമുക്കറിയില്ല. അപ്പൊ പാദവർഗം അതേപടി എടുത്ത് എഴുതുക. പ്ലസ് ലംബം എന്ന് പറയുന്നത് 1/2 ആണ്. 1/2ന്റെ വർഗം. അപ്പൊ അത് സിംപ്ലിഫൈ ചെയ്താൽ പാദവർഗം 2 എന്ന് വരും. പാദം എന്ന് പറയുന്നത് പാദം സ്ക്വയർ ആണ് 2. അപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുക അല്ലെ. സ്ക്വയർ കളയാൻ വേണ്ടിയിട്ട് സ്ക്വയർ റൂട്ട് എടുക്കുക. പാദം എന്ന് പറയുന്നത് √2. √2ന്റെ വാല്യൂ ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. √2 ആട്ടോ. ഓപ്ഷനിലുള്ളത് 2 അല്ലേ. റൂട്ട് ഇടാൻ വിട്ടുപോയതാണ്. √2 സമം 1.41 എന്ന് തന്നിട്ടുണ്ട്. 1.41. അപ്പോൾ അത് നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ 3 വശങ്ങളും കിട്ടി. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഓപ്ഷനിലൊക്കെ ദശാംശ രൂപമാണുള്ളത്. അപ്പോൾ 1/2ൻ്റെയും 3/2ൻ്റെയും ദശാംശ രൂപം എഴുതുക. 1/2ന്റെ ദശാംശ രൂപം നമ്മൾ ഒരുപാട് തവണ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ 0.5 എന്ന് കിട്ടും. 3/2ന്റെ ദശാംശം 1.5. അല്ലെ ഡയറക്റ്റ് ഹരിച്ചു നോക്കിയാൽ മതി കേട്ടോ. 1.5. 3 സംഖ്യകളും കൂടി കൂട്ടുക. ചുറ്റളവ് എന്ന് പറയുന്നത് 3 സംഖ്യകളും കൂടി കൂട്ടുകയാണ് അല്ലെ. അതായത് കർണവും പാദവും ലംബവും 3 വശങ്ങളും കൂടി കൂട്ടിയാലാണ് ചുറ്റളവ് കിട്ടുക. കർണവും പാദവും ലംബവും 3ഉം കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടി? 3.41. അത്രയും സെന്റിമീറ്റർ ആയിരിക്കും ചുറ്റളവ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
14.3 പ്ലസ് 16.78 മൈനസ് ഒരു സംഖ്യ സമം 9.009 9.009. അപ്പൊ എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ വരുന്ന സംഖ്യകളെ ആഡ് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് 9.009 മൈനസ് ചെയ്യുക അല്ലെ. അപ്പൊ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് 14.3 16.78 ആണ്. ഒന്ന് ആഡ് ചെയ്യാം. അപ്പൊ എത്രയാ വരിക, 8 0 വരും, 1 വരും, 3 അല്ലെ. 31.08 ആണ് വരുന്നത്. ഇനി അതിൽ നിന്ന് ഏത് മൈനസ് ചെയ്യാം, 9.009. 31.08 നിന്ന് 9.009 മൈനസ് ചെയ്യുക. അപ്പൊ ഇവിടെ 3 ദശാംശ സ്ഥാനം വന്നതുകൊണ്ട് 0.80 എന്ന് കൊടുത്തു മൈനസ് ചെയ്യുക. 0 മൈനസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ 10 ആക്കി എടുത്തു. ഇവിടെ 7 വന്നു. 10 9 മൈനസ് ചെയ്താൽ 1, 7 0 മൈനസ് ചെയ്താൽ 7, 0 മൈനസ് ചെയ്താൽ 0, പോയിന്റ് 1 9 മൈനസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1 കടെടുക്കുക അല്ലെ. അപ്പൊ ഇവിടെ 11 ആകും, ഇവിടെ 2 വരും. 11 9 മൈനസ് ചെയ്താൽ 2 വരും. പിന്നെ തൊട്ട് മുകളിലുള്ള 2ഉം താഴെ എടുത്ത് എഴുതുക. അപ്പൊ ആൻസർ എത്രയാ വരിക, 22.071. 22.071 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡയറക്റ്റ് ആഡും ചെയ്തു, പിന്നെ മൈനസും ചെയ്തു. സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദശാംശ രൂപം എഴുതുക. 12.5% പകുതിയുടെ ദശാംശ രൂപം. 12.5% എന്നത് നമുക്ക് എങ്ങനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം? 12 എന്ന് പറയുന്നത് 12.5 അല്ലെ. 12.5 ആണ് ശതമാനത്തിന്റെ 100 കൂടി കൂട്ടുക. ഇങ്ങനെ നമുക്ക് എഴുതാം. 12 ഈ 0.5 നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് എഴുതിയതാ കേട്ടോ. 12.5%. ഇനി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എത്രയാണ് വരിക? ഇത് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എങ്ങനെയാ പോയിന്റ് കൊടുക്കുക? ഛേദത്തിൽ 2 0 ആണുള്ളത്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പോയിന്റ് കൊടുക്കണം. പോയിന്റ് കൊടുക്കുമ്പോൾ എപ്പോഴും അതിന്റെ പൂർണ്ണസംഖ്യാ രൂപത്തിൽ നിന്നാണ് പോയിന്റ് തുടങ്ങേണ്ടത്. അപ്പൊ ഇവിടെ പോയിന്റിന് ശേഷം 5 ഉണ്ട് അല്ലെ. അതിന് ഈ 100ആയിട്ട് ഒരു കണക്ഷനും ഇല്ല. ഇനി ബാക്കി ചെയ്യുന്നത് ഈ 12ന് 12/100 എന്നുള്ള ഫോം. അപ്പൊ എങ്ങനെയാ നമ്മൾ കൊടുക്കുക? 2 സ്ഥാനമാണ് വേണ്ടത് അല്ലെ. 2 0 ആണ്. അപ്പൊ 2 സ്ഥാനം. അപ്പോൾ 1 2 സ്ഥാനമായില്ലേ. പോയിന്റ് ഇവിടെ വരും. അതായത് ഇതിന്റെ ആൻസർ വരിക 0.125 എന്നാണ്. അല്ലാണ്ട് നമുക്ക് ചെയ്യാം കേട്ടോ. 12 25/2 എന്നൊക്കെ എഴുതിയിട്ട് ചെയ്യാം. അതിനേക്കാളും എളുപ്പം ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഒന്നും കൂടി പറഞ്ഞു തരാം. 12.5 ഹരിക്കണം 100 ആണ്. അപ്പൊ 0.5, ആ 0.5 വീണ്ടും നമുക്ക് പോയിന്റ് ഇടാൻ കഴിയില്ല അല്ലെ. അപ്പൊ 0.5 അതേപടി വെക്കുക. പിന്നെ 12/100 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതുക? 0.12 എന്നല്ലേ. അതുപോലെ 0.12 എന്ന് എഴുതുക. പിന്നെ ദശാംശത്തിന്റെ കൂടെയുള്ള 5, അപ്പോൾ 0.125 എന്ന് വരും. 0.125. അപ്പൊ ഇതിന്റെ പകുതിയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിന്റെ പകുതിയുടെ, അതായത് 12.5% എന്നത് 0.125 ആണ്. ഇതിന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 0.125 ഹരിക്കണം 2. അപ്പൊ 0ന് കഴിയില്ല അല്ലെ. അപ്പൊ 0.1 അപ്പൊ 0 കൊടുക്കുക. 12 എത്ര വരും? 6 2 12. പിന്നെ 5 എത്രയാ വരിക? 2 2 4 എന്ന് വരും അല്ലെ. ബാക്കി 1 വരും. അത് 10 ആയിട്ട് എടുക്കുക. 5 2 10. 0.625 0.0625 0.0625 ആണ് ഓപ്ഷൻ ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇത് ഹരിക്കുന്നത് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. 0.125 പോയിന്റ് ഒഴിവാക്കിയിട്ടൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഒരുപാട് സമയം എടുക്കും. ഡയറക്റ്റ് നമുക്ക് ഹരിക്കാം. 2 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്. ഇവിടെ 0 ഇല്ല അല്ലെ. അപ്പൊ 0 കൊടുത്തു. അപ്പൊ പൂർണ്ണസംഖ്യയുടെ പാർട്ട് കഴിഞ്ഞല്ലോ. പോയിന്റ് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തത് 1 താഴ്ത്തി എഴുതുക. 1 1 നമുക്ക് 2 എടുക്കാൻ പറ്റും, ഇല്ല അല്ലെ. അപ്പോൾ അടുത്ത നമ്പർ എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം? ഒരു 0 കൊടുക്കുക. 0. ഇനി 12 എത്ര തവണയുണ്ട്? 6 2 12 ആണല്ലേ. 6 2 12. പിന്നെ അടുത്ത നമ്പർ താഴെ എടുത്ത് എഴുതുക. 5 2 പ്രാവശ്യം അല്ലെ. 2 പ്രാവശ്യം 2 2 4 ശിഷ്ടം 1 വരും അല്ലെ. പിന്നെ നമ്മളൊരു 0 കൊടുക്കുമ്പോൾ പോയിന്റ് കൊടുക്കണം. ഇവിടെ 2 പോയിന്റിന്റെ ആവശ്യമുള്ളൂ. ഓൾറെഡി പോയിന്റ് കൊടുത്തു. പിന്നെ വീണ്ടും പോയിന്റ് കൊടുക്കണ്ട. 10 എത്രയാ വരിക? 5 2 10 വരും. 5 2 10. ഇപ്പൊ 0. അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 0.0625 0.0625. അപ്പോൾ 12.5% പകുതി 12 എന്ന് പറയുന്നത് 12.5 എന്ന് എടുത്തെഴുതി. ശതമാനം ആയതുകൊണ്ട് ബൈ 100 കൊടുത്തു. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0.125 എന്ന് കിട്ടി. അതിന്റെ പകുതി കണ്ടുപിടിക്കുക. 0.062 ആയിരിക്കും പകുതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
9/0.9 ഗുണിക്കണം 9/0.9. അപ്പോൾ നമുക്ക് പോയിന്റ് ഒഴിവാക്കാം അല്ലെ. പോയിന്റ് ഒഴിവാക്കാൻ നോക്കുക. ഫസ്റ്റ് വൺ 9/0.9 ആണ് ഇൻറ്റു 9/0.9. ഫസ്റ്റ് സംഖ്യ നോക്കുക. ഫസ്റ്റ് ഫ്രാക്ഷൻ നോക്കുക. ഫസ്റ്റ് ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ ഒരു ദശാംശ സ്ഥാനം, ന്യൂമറേറ്ററിൽ ഉണ്ടോ ദശാംശ സ്ഥാനം ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പോൾ നമ്മൾ ഏതുകൊണ്ട് ഗുണിക്കുക? പോയിന്റ് കളയാൻ വേണ്ടിയിട്ട് എവിടെയാണോ കുറവ് അവിടെ നമ്മൾ 10ന്റെ പവേഴ്സ് കൊണ്ട് ഗുണിക്കാനാണ് പറഞ്ഞിരുന്നത് അല്ലെ. അപ്പോൾ ഇവിടെ അംശത്തിൽ പോയിന്റ് ഇല്ല അല്ലെ, ഒരു പോയിന്റിന്റെ കുറവുണ്ട്, പോയിന്റ് ഒന്നുമില്ല. അപ്പൊ അവിടെയും ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് അംശത്തിന് ഏതുകൊണ്ട് ഗുണിക്കുക? അംശത്തിന് 10 കൊണ്ട് ഗുണിക്കുക. പോയിന്റ് എവിടെയാണോ കുറവ് അതിന് ഈക്വൽ ആക്കി മാറ്റുക അല്ലെ. അംശത്തിന് പോയിന്റ് ഒന്നുമില്ല, ഛേദത്തിൽ ഒരു പോയിന്റേ ഉള്ളൂ. അപ്പൊ എവിടെയാണോ കുറവ് അതിന് കറക്റ്റായിട്ട് 10ന്റെ പവേഴ്സ് കൊണ്ട് ഗുണിക്കുക. 9 ഗുണിക്കണം 10 എന്ന് വരും ബൈ 9. അതുപോലെ അടുത്തതും അതേ സെയിം നമ്പർ തന്നെയാണ്. അപ്പൊ അതിനെങ്ങനെ എഴുതാം? 9 ഗുണിക്കണം 10 ബൈ 9 എന്നെടുത്ത് എഴുതാം. 9 9 ക്യാൻസൽ, 9 9 ക്യാൻസൽ. 10 ഗുണിക്കണം 10 100. 100 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഒന്നുകൂടി പറഞ്ഞു തരാം. അതായത് ഇവിടെ സംഖ്യ 9/0.9 ആണല്ലേ. രണ്ട് നമ്പറും സെയിം ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, പോയിന്റിന് ശേഷം ഇവിടെ എത്രയാണ് സംഖ്യ വന്നത്? ഈ പോയിന്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എത്രയാണ് വന്നത്? ശരിക്കും നമ്മൾ അംശത്തിലും ഛേദത്തിലും 10 കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നത്. ഒരു പോയിന്റിന് ശേഷം ഒരു നമ്പർ അല്ലേ വന്നത്, അപ്പോൾ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 9 ഗുണിക്കണം 10 ബൈ 0.9 ഗുണിക്കണം 10. അപ്പോൾ മുകളിൽ 9 ഗുണിക്കണം 10 തന്നെ, താഴെ എത്രയായിട്ട് മാറും? താഴെ 90 എന്ന് വരും അല്ലെ. 9 ഗുണിക്കണം 10 90. അപ്പോൾ പോയിന്റിന് ശേഷം ഒരു സ്ഥാനമാണ് വേണ്ടു. അപ്പോൾ ആ 0 കളഞ്ഞിട്ട് 9 മാത്രം വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് പകരമാണ് എന്ത് പറഞ്ഞത്? അംശത്തിൽ നോക്കുക. അംശത്തിൽ പോയിന്റിന് ശേഷം സംഖ്യ ഒന്നുമില്ല, ഛേദത്തിൽ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പോൾ അംശത്തിലും ഒരു സ്ഥാനം വേണം അല്ലെ, എന്തെങ്കിലല്ലേ നമുക്ക് പോയിന്റ് ഇല്ലാണ്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അംശത്തിൽ പോയിന്റ് ഇല്ലാത്തത് കൊണ്ട് എത്രയാണോ വേണ്ടത് അത്രയും, ഇപ്പം ഒരു പോയിന്റ് ആണ് കുറവെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക, 2 പോയിന്റ് ആണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. ഇവിടെ പോയിന്റ് ഇല്ല അല്ലെ, അപ്പൊ അംശത്തിൽ ഒരു 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അത് മനസ്സിൽ ഓർത്ത് വെക്കാനാട്ടോ. ഡയറക്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അംശത്തിലും ഛേദത്തിലും പോയിന്റിന് ശേഷം ഒരു സ്ഥാനം വന്നുകൊണ്ട് 10 കൊണ്ട് ഗുണിച്ചത്. അപ്പോൾ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ എളുപ്പം അത് ഫോളോ ചെയ്യുക കേട്ടോ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ക്ലാസ്സിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.